വെക്കേഷൻ കിട്ടുന്നതിന് മുന്നേ കീർത്തി ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന കാര്യമാണ് നാട്ടിൽ വരുമ്പോ എനിക്ക് എവിടെയെങ്കിലും 2 ദിവസം ട്രിപ്പ് പോകണം എന്നുള്ളത്. ഞാനാണെങ്കിൽ കുറച്ചേറെ നാളായി തനിയെ എവിടെയെങ്കിലും പോയിട്ട്. ഡെസ്റ്റിനേഷൻ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 ഡെസ്റ്റിനേഷൻസിൽ നിന്ന് ഷഫിൾ ചെയ്ത് ഞങ്ങള് മൂകാംബിക ചൂസ് ചെയ്തു. അങ്ങനെ ഞങ്ങള് മാത്രം ചൂസ് ചെയ്തൊന്നാണോ അതോ അമ്മ വിളിച്ചു എന്ന് പറയണോ? അവിടെ ഇരിക്കുന്ന ദേവി വിളിക്കാതെ നമുക്ക് മൂകാംബികയ്ക്ക് പോകാൻ പറ്റില്ല. ട്രാവലിംഗിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ട്രെയിൻ ആയിരുന്നെങ്കിലും വൃത്തി കൂടുതൽ കാരണം കൊണ്ട് നമ്മൾ അത് സ്ലീപ്പർ ബസ് ആക്കി. സ്ലീപ്പർ ബസ് ആയതുകൊണ്ട് തന്നെ കിടന്നുറങ്ങാനുള്ള ഒരു സെറ്റപ്പിലായിരുന്നു ഞാൻ വന്ന് കയറി ബസ്സിലിരുന്നത്. പക്ഷെ ചെറുതായിട്ടൊരു പണി കിട്ടിയേ. നമ്മുടെ ബസ് പോയ വഴിക്കൊന്ന് പണി മുടക്കി. അമ്മ അവിടേക്ക് വിളിച്ചാലും നമ്മൾ അവിടെ എത്തിപ്പെടണമെങ്കിൽ കുറച്ചേറെ കടമ്പ് കിടക്കണേ. എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പുതുമയൊന്നും തോന്നിയില്ല. കുറച്ചേറെ പരീക്ഷിച്ച് അവസാനം ഏറ്റവും നല്ലൊരു ദർശനവും തന്നിട്ടാണേ അമ്മ വിടാറുള്ളൂ. ഇത്തവണ നമ്മള് റിവ്യൂസ് കണ്ട് അഭിമോൻ റെസിഡൻസിയിലാണേ അക്കോമഡേഷൻ എടുത്തത്. സ്ഥിരമായിട്ട് എടുത്തോണ്ടിരുന്നോടത്തുനിന്ന് മാറി നമ്മൾ അവിടെ എടുത്തപ്പോ തന്നെ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് കാണിച്ച റൂം ആയിരുന്നില്ല അവര് നമുക്ക് തന്നായിരുന്നത്. അതുകൊണ്ട് ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കുറച്ച് ഫുഡൊക്കെ തന്ന് എന്നെയും കീർത്തി ചേച്ചീനെ അവരങ്ങ് പറ്റിച്ചു.